Building and maintaining a relationship with a client is really important when it comes to real estate. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് അഡ്വൈസർക്ക് ഈ 3 ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ നോളേജ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏത് രാജ്യത്താണോ ചെയ്യണത്, ഏത് സ്ഥലത്താണോ ചെയ്യണത്, ആ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, അതിപ്പോ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, അതിന്റെ ഫ്യൂച്ചർ മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചും പിന്നെ നമ്മൾ സെല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് മെയിൻറ്റെയിനിങ് എ റിലേഷൻഷിപ്പ്. നമ്മളിപ്പോൾ ഒരു ക്ലയന്റിനെ കിട്ടി ആ ഒരു ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്ന ടൈമിൽ അങ്ങനെ കൈ കഴുകി വിട്ട പോലെ വിടുന്നത് ഒരു നല്ല റിയൽറ്ററുടെ ലക്ഷണമല്ല. ഇപ്പൊ എനിക്കറിയാവുന്ന സക്സസ്ഫുൾ ആയ എല്ലാ റിയൽറ്റേഴ്സും ഈ ക്ലയന്റുമായി അന്നും ഇന്നും നല്ല ബന്ധം പുലർത്തി വരുന്നവരാണ്. ഇങ്ങനത്തെ ഈ ബന്ധം പുലർത്തുമ്പോൾ തന്നെയാണ് ഭാവിയിൽ അവരുടെ മുഖേന നമുക്ക് വേറെ ബിസിനസ് ലീഡ്സ് കിട്ടുന്നതും. അടുത്തത് ബി എ ഗിവർ നോട്ട് എ ടേക്കർ എന്ന് വെച്ചാൽ നമ്മൾ ക്ലയന്റിൽ നിന്ന് എന്ത് വാങ്ങുന്നു എന്നതിലുപരി നമ്മൾ ക്ലയന്റിന് എന്ത് കൊടുക്കാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു 10% മാറ്റി വെക്കുക. ഈ 10% നമ്മൾ തിരിച്ച് ക്ലയന്റിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അത് എങ്ങനെയാവാം, ആ ഇൻവെസ്റ്റിംഗ് എങ്ങനെയും വേണമെങ്കിലും ആവാം. അത് നമുക്ക് അവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ആയിട്ടോ ആനിവേഴ്സറി ഗിഫ്റ്റ്സ് ആയിട്ടോ ഒരു ബുക്ക് വായിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ ഒരു ബുക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. ബട്ട് നമുക്ക് അവർക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് സക്സസ് ഉണ്ട്.